ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികൾ മുതൽ വൃദ്ധരോട് വരെ ചോദിക്കുകയാണെങ്കിൽ ഇഷ്ട ഭക്ഷണങ്ങളുടെ പട്ടികയിൽ വീണ്ടും വീണ്ടും കാണുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ബിരിയാണി. അതെ ഗൈസ്, ഞാൻ വന്നിരിക്കുന്നത് ബിരിയാണിയുമായിട്ടാണ് ഗൈസ്. അരി, മാംസം അല്ലെങ്കിൽ പച്ചക്കറികൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ ചേർത്ത ഒരു ബിരിയാണി ഒരു സമ്പൂർണ്ണ ഭക്ഷണമാണ്. ഔപചാരിക ഒത്തുചേരലായാലും സുഹൃത്തുക്കൾക്കിടയിലെ അനൗപചാരിക കൂടിക്കാഴ്ചയായാലും ഒരു ഹണ്ടി ബിരിയാണി മതിയാകും. ഈ പരമ്പരാഗത വിഭവത്തിൻ്റെ ഓരോ സ്പൂൺ സുഗന്ധദ്രവ്യങ്ങളും സമ്പന്നമായ രുചികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വിഭവം ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ വ്യത്യസ്തമായ രുചിയെ ആണയിടുന്നു. എന്നിരുന്നാലും മിക്ക ബിരിയാണി പ്രേമികൾക്കും അറിയാത്ത ഒരു പ്രധാന വസ്തുത അതിൻ്റെ വിവിധ പ്രാദേശിക ഇനങ്ങൾ ഉണ്ടായിരുന്നിട്ടും വിഭവം ഇന്ത്യയിൽ ഉത്ഭവിച്ചതല്ല എന്നതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് പ്രദേശ ഭരണാധികാരികളുടെ ഒരു ചരിത്രമുണ്ട്. ഓരോ ഭരണാധികാരിയും രാജ്യത്തിന് വ്യത്യസ്ത സംസ്കാരങ്ങളെയും പാരമ്പര്യങ്ങളെയും പാചകരീതികളെയും പരിചയപ്പെടുത്തി. തുർക്കികൾ, അഫ്ഗാനികൾ, പേർഷ്യക്കാർ, അറബികൾ എന്നിവർ ഭക്ഷണങ്ങളുടെയും വിരുന്നുകളുടെയും സമ്പന്നമായ ഒരു സംസ്കാരം അവശേഷിപ്പിച്ചു. അതേസമയം യൂറോപ്യന്മാർ ഉരുളക്കിഴങ്ങ്, തക്കാളി തുടങ്ങിയ ജനപ്രിയ പച്ചക്കറികൾ രാജ്യത്തിന് പരിചയപ്പെടുത്തി. അതിൽ ഏറ്റവും മികച്ച ഫുഡ് ഐറ്റമായിരുന്നു ബിരിയാണി. കുട്ടികൾ മുതൽ വൃദ്ധന്മാരോട് വരെ ചോദിക്കുകയാണെങ്കിൽ ഇഷ്ട ഭക്ഷണങ്ങളുടെ പട്ടികയിൽ വീണ്ടും വീണ്ടും കാണുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ബിരിയാണി. മിക്ക വീടുകളിലും വിശേഷാവസരങ്ങൾ ആഘോഷിക്കാൻ ഉണ്ടാക്കുന്ന പ്രധാന ഭക്ഷണവും ബിരിയാണി തന്നെ. ബിരിയാണി എന്നത് വളരെയധികം വ്യത്യസ്ത രുചികളാലും ചേരുവകളുടെ പ്രത്യേകത കൊണ്ടും വേറിട്ടു നിൽക്കുന്ന ഒരു വിഭവം തന്നെയാണ്. പല രീതിയിൽ ബിരിയാണികൾ ഉണ്ടാക്കാവുന്നതാണ്. വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പ്രോൺസ് ബിരിയാണി, ബീഫ് ബിരിയാണി, പനീർ ബിരിയാണി, സോയ ബിരിയാണി എന്നിങ്ങനെ പട്ടിക നീളുന്നു. എന്താണ് ഗൈസ് ബിരിയാണി? അരി കൊണ്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണ വിഭവമാണ് ബിരിയാണി. അരി അഥവാ ബസ്മതി അരി, ജീരകശാല അരി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇറച്ചി, പച്ചക്കറികൾ, തൈര് എന്നിവയുടെ മിശ്രിതമാണ് ഈ വിഭവം. സുഗന്ധവ്യഞ്ജനങ്ങളാണ് ബിരിയാണിയുടെ രുചി നിർണ്ണയിക്കുന്നതിലെ പ്രധാന ഘടകങ്ങൾ. ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട, മല്ലിയില എന്നിവയാണ് ബിരിയാണിയിലെ പൊതുവെ ചേർക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ. നെയ്യ്, ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, തൈര് എന്നിവയും പ്രധാനമായും ചേരുവകളാണ്. കുങ്കുമപ്പൂവും നിറത്തിനായി ചേർക്കാറുണ്ട്. ഭാരതത്തിൽ പ്രചാരമുള്ള ബിരിയാണികളെല്ലാം തന്നെ ചില പ്രദേശങ്ങളുടെ പേര് ചേർത്താണ് അറിയപ്പെടുന്നത്. ഇവ പണ്ട് കാലം മുതൽക്ക് തന്നെ അവിടുത്തെ പാരമ്പര്യമായ പാചക രീതിയിലൂടെയും രുചിക്കൂട്ടുകളുടെ മികവിലൂടെയും പ്രസിദ്ധമായവയാണ്. ബിരിയാണി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിയുടെ പേരിലും പ്രസിദ്ധമായ ബിരിയാണികളുണ്ട്. ബിരിയാണി അറിയപ്പെടുന്ന പേരിൽ നിന്ന് അവ ഏത് ദേശത്തു നിന്നുള്ളതാണെന്ന് വേഗത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. പ്രസിദ്ധമായ ചില ബിരിയാണി പേരുകൾ ഞാനിവിടെ പറയാം. ഡിണ്ടിഗൽ ബിരിയാണി, ചെട്ടിനാട് ബിരിയാണി, ആമ്പൂർ ബിരിയാണി, തമിഴ്നാടൻ ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി, മലബാർ ബിരിയാണി, കേരള സ്പെഷ്യൽ ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി. തെലുങ്ക് നാടുകളിൽ പ്രസിദ്ധമായവയാണ് ഈ ഹൈദരാബാദി ബിരിയാണി. ലാഹോർ ബിരിയാണി, കച്ച് ബിരിയാണി, ഇത് പാകിസ്ഥാനി ബിരിയാണികളാണ്. മുഗളായി ബിരിയാണി വടക്കേ ഇന്ത്യയിൽ പ്രസിദ്ധമാണ്. രുചികരമായ ബിരിയാണി വിഭവത്തിൻ്റെ ഉത്ഭവം ഏതു ദേശം ആയാലും അത് ഇന്ന് ലോകമെമ്പാടുമുള്ള പ്രിയങ്കര വിഭവമാണ്. മാത്രമല്ല സസ്യാഹാരികളെയും നോൺ വെജിറ്റേറിയന്മാരെയും തൻ്റെ രുചിയുടെ മായാജാലത്തിൽ കുരുക്കി നിർത്താൻ ഇത്രത്തോളം വേറൊരു വിഭവത്തിനും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ബിരിയാണിയുടെ ചരിത്രം പരിചയപ്പെടാം ഗൈസ്. പാചക രീതി ചരിത്രത്തിൽ അതിൻ്റേതായ മുദ്ര പതിപ്പിക്കുന്നു. ഇന്ത്യ നിരവധി കടന്നുകയറ്റങ്ങൾക്കും പുതിയ ഭരണാധികാരികൾക്കും അവരുടെ സംസ്കാരങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇവ ഓരോന്നിലൂടെയും വ്യത്യസ്ത സംസ്കാരവും പുതിയ പാചക രീതിയും വന്നു. തുർക്കിക്കാർ, അറബികൾ, പേർഷ്യക്കാർ, അഫ്ഗാനികൾ തുടങ്ങിയ മുസ്ലിം അധിനിവേശക്കാർ ഇന്ത്യയിൽ വിവിധ വിരുന്നുകളുടെ സംസ്കാരം അവതരിപ്പിച്ചു. 15-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ മുഗളരുടെ ഭരണകാലത്ത് ഇന്ത്യ വികസിപ്പിച്ചെടുത്തതാണ് മുഗളായി പാചകരീതി.
മുഗളന്മാർ പാചകം എന്നതിനെ ഒരു കലാരൂപത്തിലേക്ക് ഉയർത്തി. ബിരിയാണി, പിലാഫ്, കബാബുകൾ തുടങ്ങിയ നിരവധി പാചകക്കുറിപ്പുകൾ ഇന്ത്യയിൽ അവർ കൊണ്ടുവന്നു. ഏവരുടെയും പ്രിയപ്പെട്ട ബിരിയാണിക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട്. വറുത്തത്, പൊരിച്ചത് എന്നൊക്കെ അർത്ഥമുള്ള ബെറിയാൻ എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് ബിരിയാണി എന്ന പേര് ലഭിച്ചത്. ബിരിയാണി എന്നും പറയും. എന്നും വെച്ച് ബിരിയാണി പേർഷ്യയിൽ നിന്ന് വന്നതാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. ബിരിയാണി എങ്ങനെ ഇന്ത്യയിലെത്തി എന്നതിനെക്കുറിച്ച് വളരെയധികം കഥകളുണ്ട്. പുരാതന ദില്ലി സാമ്രാജ്യത്തെ മുസ്ലിം രാജവംശനായ മുഗളന്മാർ, ലക്നൗ ചക്രവർത്തിമാർ എന്നിവരാണ് ഇന്ത്യയിൽ ബിരിയാണി ആദ്യമായി ഉണ്ടാക്കിയത് എന്നാണ് ചില ചരിത്രകാരന്മാരുടെ വാദം. എന്നാൽ തിമൂറിൻ്റെ കടന്നുകയറ്റ സമയത്താണ് ബിരിയാണി ഇന്ത്യയിൽ എത്തിയതെന്നാണ് മറ്റൊരു വാദം. ഹൈദരാബാദിൽ നിസാമിൻ്റെ ഭരണകാലത്ത് ബിരിയാണിയുടെ ഉത്ഭവം എന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത്. എന്നാൽ മറ്റു ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായം പേർഷ്യയിൽ ഉണ്ടായ പുലാവ് എന്ന ഭക്ഷണം മുഗളന്മാർ മാറ്റം വരുത്തി ബിരിയാണിയാക്കിയതെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ മുഗൾ ആക്രമണത്തിന് മുമ്പ് സമാനമായ മറ്റ് അരിവിഭവങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ ചരിത്രപരമായ ചില തെളിവുകളുണ്ട്. AD 2 തുടക്കത്തിൽ തന്നെ ഓൺ സോറു എന്നറിയപ്പെടുന്ന ഒരു അരി വിഭവത്തെക്കുറിച്ച് ചരിത്ര ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. അരി, നെയ്യ്, മാംസം, മഞ്ഞൾ, മല്ലി, കുരുമുളക്, ബേ ഇല എന്നിവ ചേർത്താണ് ഓൺ സോറു. അങ്ങനെ പറയുമ്പോൾ ബിരിയാണി ഈ നാട്ടുകാരൻ തന്നെയാണെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ എങ്ങനെ ബിരിയാണി എത്തി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സുഗന്ധദ്രവ്യ വ്യഞ്ജന കച്ചവടം നടത്തുന്നതിനായി എത്തിയ അറബ് വംശജരിലേക്കും അവരുടെ ഭക്ഷണ പാരമ്പര്യത്തിലേക്കും എത്തിക്കും. കച്ചവടത്തിനായി കടൽ കടന്നു വന്ന വിദേശികളും മൈസൂർ പടയോട്ട കാലത്ത് വന്ന മുഗളന്മാരും ഈ ഭക്ഷണ വൈവിധ്യത്തിന് രൂപം കൊടുത്തു എന്ന് തന്നെയാണ് വിശ്വാസം. എവിടെ നിന്ന് എത്തിപ്പെട്ടതായാലും നമ്മൾ പ്രിയങ്കരമായ ഒരു വിശേഷ വിഭവം തന്നെയാക്കി മാറ്റി ബിരിയാണിയെ. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു കണ്ടന്റുമായി നമുക്ക് കാണാം ഗൈസ്.